പണപ്പെരുമഴ എന്ന് പറഞ്ഞ ടാസ്ക് അല്പസമയം മുമ്പ് ലൈവിൽ കഴിഞ്ഞു. ഈ ടാസ്കിന്റെ പ്രത്യേകത എല്ലാവർക്കും പണം കിട്ടും. ഈ പെരുമഴയിൽ വന്നിരിക്കുന്ന ഓരോ കുടുംബാംഗങ്ങളും കളക്ട് ചെയ്തിട്ടുള്ള ഓരോ എമൗണ്ടും അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. ഒരാളുടെ ഒഴികെ നിവിന്റെ. ബിഗ് ബോസ് എന്തിനാ ഇത്രമാത്രം പ്രോത്സാഹിപ്പിക്കുന്നത്? അത് ലാലേട്ടനോട് കാണിക്കുന്ന ഒരു അനീതിയല്ലേ? നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പണപ്പെരുമഴ എന്ന് പറഞ്ഞ ടാസ്ക് ഗംഭീരമായി തന്നെയാട്ടോ കഴിഞ്ഞത്. ചിലർക്കൊക്കെ ചെറിയൊരു സങ്കടമുണ്ട്, ലക്ഷങ്ങളായിട്ട് ഒരുമിച്ച് പോകാമെന്ന് കരുതി. ഇപ്പോൾ ഇത് ചെറിയ ചെറിയ ചില്ലറയിട്ടൊക്കെയല്ലേ കിട്ടുന്നത്. കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കിട്ടും. വിജയിക്കുന്ന കണ്ടസ്റ്റന്റിന്റെ സമ്മാന തുകയിൽ നിന്നുമായിരിക്കും ഇത് കുറയും. ഇവനോട് പ്രത്യേകം ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പാടില്ല എന്നുള്ളത്. അത് ഇന്ന് ബിഗ് ബോസും അറിയിച്ചിട്ടുണ്ടായിരുന്നു നിവിൻ പങ്കെടുക്കാൻ പാടില്ല എന്ന്. നിവിൻ പങ്കെടുക്കുന്ന സമയത്ത് പൈസ കുറച്ചൊക്കെ നിവിനും എടുത്ത് മാറ്റുന്നുണ്ടായിരുന്നു. ഒരു 350 രൂപത്തോളം എന്തോ എടുത്ത് മാറ്റുന്നുണ്ടായിരുന്നു. ഇത് കണ്ടസ്റ്റൻസും വാൺ ചെയ്തിട്ടുണ്ട് നിവിനെ എടുക്കാൻ പാടില്ല എന്ന്. ടാസ്ക് കഴിഞ്ഞു. അവസാനം എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുന്ന സമയത്ത് ഓരോരുത്തരോട് തുക ചോദിച്ചു. അവസാനം നിവിൻ്റെ അടുത്തും ചോദിച്ചു. നിവിനാകെ 130 രൂപയാണ് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ആർക്കൊക്കെ കൊടുത്തു. എനിക്ക് തോന്നുന്നു അതിലൊക്കെയാണെന്ന് കൊടുത്തത് ആയിരുന്നു. ബാക്കിയുള്ള 130 രൂപ നിവിൻ്റെ കയ്യിലുണ്ട്. ബിഗ് ബോസ് നിവിനോട് ചോദിക്കുകയാണ് നിവിൻ എത്ര രൂപ എടുത്തു എന്ന്. ബിഗ് ബോസിന് ആ സമയത്ത് വേണമെങ്കിൽ വാൺ ചെയ്യായിരുന്നു. നിവിനോട് പറഞ്ഞതല്ലേ എടുക്കാൻ പാടില്ല എന്ന്. ലാലേട്ടൻ്റെ വാക്കിന് എന്ത് വിലയാണ് കൊടുക്കുന്നത്? ലാലേട്ടൻ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് നിവിൻ പങ്കെടുക്കാൻ പാടില്ല, ഞാൻ പണി തരും എന്ന്. ബിഗ് ബോസിനോട് ചോദിക്കേണ്ട, പ്രേക്ഷകരോട് ചോദിക്കേണ്ട, ആരോടും ചോദിക്കേണ്ട. ഇത് എൻ്റെ സ്പേസ് ആണ്, ഞാനൊരു തീരുമാനം എടുക്കും. നിവിൻ ഈ ആഴ്ച പോയില്ലെങ്കിൽ നിവിനുള്ള പനിഷ്മെന്റ് എന്താണെന്ന് ഞാൻ തീരുമാനിക്കുന്ന ലാലേട്ടൻ 1-2 തവണ പറഞ്ഞിരുന്നു. അങ്ങനെ ലാലേട്ടൻ കൊടുത്തൊരു പനിഷ്മെന്റ് ആണ്. ഇപ്പോൾ ബിഗ് ബോസ് ഇതാ അതിനുള്ള അനുവാദം കൊടുത്തിരിക്കുകയാണ്. കളക്ട് ചെയ്തോളാം. നിവിൻ്റെ അക്കൗണ്ടിലേക്ക് കയറില്ല, അതൊരു കാര്യം. പക്ഷേ നിവിൻ എന്തിനാ ടാസ്കിൽ പങ്കെടുക്കുന്നത്? അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പങ്കെടുപ്പിക്കാനുള്ള അനുവാദം കൊടുക്കണം. പങ്കെടുത്തോളൂ, അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും എന്നുള്ളത്. പങ്കെടുപ്പിക്കുന്നുമില്ല, എന്നാൽ പങ്കെടുപ്പിച്ചതൊക്കെ കിട്ടുന്നുമില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് കേട്ടോ ഇപ്പോൾ ലൈവില് ടാസ്ക് പോകുന്നത്. ലാലേട്ടൻ പറഞ്ഞ വാക്കിനോട് എതിരായിട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അല്ലെങ്കിൽ ആ ഒരു കണ്ടസ്റ്റന്റിന് കളിക്കാനുള്ള ഒരു അനുവാദം കൊടുക്കുക, അല്ലെങ്കിൽ ലാലേട്ടൻ പറഞ്ഞ പോലെ കളിക്കാതെ മാറി നിൽക്കാൻ പറയാം. ഇങ്ങനെയാകുമ്പോൾ ഇനിയും വലിയ തുകകളായിരിക്കും ഇനി വരാൻ പോകുന്നത്. അത് നിവിൻ കണ്ടുപിടിച്ച് ആ ഒരു പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി കളിച്ചവരൊക്കെ മണ്ടന്മാരായി പോവില്ല. നിവിൻ അത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർ കളിക്കുന്നത് വെറുതെ ആവുന്ന പോലെ തോന്നി എനിക്ക്. ബിഗ് ബോസ് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം. ആദ്യത്തെ കളിയല്ലേ, അങ്ങനെ വിട്ടതായിരിക്കും. ഇനിയും കളികൾ വരുന്നുണ്ടല്ലോ. നിവിൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇനി ഞാനത് എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അക്ബറുമായിട്ട് ഭയങ്കര ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.